രാഹുൽ മാങ്കൂട്ടത്തിന് സഖാക്കളുടെ പ്രൊട്ടക്ഷൻ നടക്കുന്ന കാര്യമല്ലെന്നും പറയണേ. പിന്നെ സഖാക്കൾക്കുടെ പ്രൊട്ടക്ഷൻ ഇല്ല. അതിനിടയിലാണ് കോൺഗ്രസ് ചവിട്ടി പുറത്താക്കിയിട്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് സഖാക്കൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. ഇനി അതല്ല, മാങ്കൂട്ടത്തിന് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ അത് കൊടുക്കാൻ കോൺഗ്രസ്സുകാരുണ്ട്, അവർ കൊടുത്തോളും. പുള്ളിക്കാരൻ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ, നിലവിൽ പാർട്ടിക്ക് പുറത്താണെങ്കിലും കോൺഗ്രസിൽ ഇപ്പോഴും അദ്ദേഹത്തിന് നല്ല പിടിയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. വി ഡി സതീശനും കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും മുരളീധരനും ഉൾപ്പെടുന്ന ആ ഒരു പഴയ ഗ്രൂപ്പ് മാങ്കൂട്ടത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നെങ്കിലും ഷാഫി പറമ്പിലിൻ്റെയും മാങ്കൂട്ടത്തിൻ്റെയും ഫാൻസായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് മുട്ടി നിൽക്കാനുള്ള ആരോഗ്യമില്ലാതെ പോയി. സാങ്കേതികമായി ഇവർ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നു എന്നേയുള്ളൂ. പുല്ലുവില പോലും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ കേട്ട ചീത്തയ്ക്ക് കയ്യും കണക്കുമില്ല. സ്വന്തം പാർട്ടിക്കാർ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയും നേരിട്ടും ഫോണിൽ വിളിച്ചും സതീശനെ ഇനി പറയാനൊന്നുമില്ല. ഷാഫിയുടെയും മാങ്കൂട്ടത്തിനെയും ഫാൻസുകാർ മുഴുവൻ ഈ വിഷയത്തിൽ സതീശനെ തെറി വിളിച്ചു തുടങ്ങിയപ്പോഴാണ് കെ സി വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്ന് മനസ്സിലായത്. ഇപ്പോഴിതാ പേരാമ്പ്ര സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാങ്കൂട്ടം വീണ്ടും തലപൊക്കി തുടങ്ങിയിരിക്കുന്നു. നിലവിൽ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് പാർട്ടി മെമ്പറല്ല, അതുപോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമല്ല. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരനൊന്നുമല്ല. എങ്കിലും ഷാഫി പറമ്പിൽ ആശുപത്രിയിൽ കഴിയുന്ന പശ്ചാത്തലത്തിൽ മാങ്കൂട്ടം രംഗത്തിറങ്ങി കാര്യങ്ങൾ കയ്യിലെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇവിടുത്തെ റൂറൽ എസ് പി ഉണ്ട്, ഒരു മിസ്റ്റർ ബൈജു. അയാൾക്ക് ഈ ഗവൺമെൻറ് IPS കൺഫർ ചെയ്ത് കൊടുത്തത് തന്നെ മുൻകാലങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ പാരിതോഷികമായിട്ടാണ്. ഇതേ ക്രിമിനൽ തന്നെയാണ് ഈ കോഴിക്കോട് നഗരത്തിൽ തന്നെ ജോയൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ, അവനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച അടക്കമുള്ള പശ്ചാത്തലമുള്ള വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു ക്രിമിനലാണ്. ആ ക്രിമിനൽ ഇന്നലെ എന്താ പറഞ്ഞത്? അയാൾ ഇന്നലെ പറയുകയാണ്, ശ്രീ ഷാഫി പറമ്പിലിനെ പോലീസ് മർദ്ദിച്ചിട്ടില്ല. ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അയാളത് പറഞ്ഞത്? ഇന്ന് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ വിഷ്വലുകൾ, ആ ഫൂട്ടേജ് പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. ശ്രീ ഷാഫി പറമ്പിലിനെ തെരഞ്ഞു പിടിച്ച് പോലീസ് മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടല്ലോ. അപ്പോൾ ശ്രീ ബൈജു എന്ന് പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ, അയാൾ കള്ളം പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ്? ശ്രീ ബൈജുവിനോട് പറയാനുള്ളത്, ബൈജു റൂറൽ SP പണി ചെയ്താൽ മതി. CPM ജില്ലാ സെക്രട്ടറി നടത്തേണ്ടുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ CPM ജില്ലാ സെക്രട്ടറി നടത്തിക്കോളും. അതല്ല, ശ്രീ ബൈജുവും CPM ജില്ലാ സെക്രട്ടറിയെ പോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ CPM നേതാക്കന്മാരെ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയാണോ ഷാഫി പറമ്പിൽ മർദ്ദനമേറ്റ ആശുപത്രിയിലായത് എന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പലരും പറയുന്നത്. സത്യം പറയാമല്ലോ, കോൺഗ്രസിലെ തന്നെ പല യുവ നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ കടന്നുവരവിനെ എതിർക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതാണ് യാഥാർത്ഥ്യം. മുൻപ് ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന സമയത്ത്, അതായത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന സമയത്ത് പോലും ഈ പുള്ളിക്കാരനെതിരെ കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ നിലനിന്നിരുന്നു. സംഘടനയ്ക്കുള്ളിലെ കാര്യമാണ് പറയുന്നത്. കൂട്ടായ ആലോചനയില്ലാതെ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന ആരോപണം പലതവണ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരുന്നു. ഇടുക്കി യൂത്ത് കോൺഗ്രസ് സംഘടനാ സമ്മേളനത്തിൽ പ്രസംഗം മതിയാക്കി പോയ രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചു വിളിച്ചു വരുത്തിയ സംഭവമൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഷാഫി പറമ്പിൽ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ബലത്തിൽ യൂത്ത് കോൺഗ്രസ് പിടിച്ചെടുത്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് അതേ യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ പുറത്തുള്ളതിനേക്കാൾ എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതേ എതിർപ്പുകൾ യൂത്ത് കോൺഗ്രസിനുള്ളിൽ വീണ്ടും പുകയുന്നുണ്ട്. എന്നാൽ രാഹുലിന് കോട്ടക്കെട്ടി ഷാഫിയും ഷാഫിക്ക് കോട്ടക്കെട്ടി രാഹുലും നിൽക്കുമ്പോൾ അതിന് വെളിയിൽ കിടന്ന് അടക്കം പറയാൻ മാത്രമേ എതിർപ്പുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് കഴിയുന്നുള്ളൂ. പറഞ്ഞു വന്നത്, സഖാക്കൾ ഇടപെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന കാര്യമാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു തമാശയോ പരിഹസിക്കലോ ഒന്നുമല്ല. ഒരു പോറൽ പോലും പറ്റാതെ മാങ്കൂട്ടത്തെ സംരക്ഷിക്കേണ്ടത് സഖാക്കളുടെ ചുമതല ആയതുകൊണ്ടുമല്ല. സഖാക്കൾ ആ പുള്ളിക്കാരന് പ്രൊട്ടക്ഷൻ കൊടുത്തില്ല എങ്കിൽ പിന്നീട് ഉണ്ടായേക്കാവുന്ന ഗൗരവകരമായ ചില വിഷയങ്ങൾ CPMൻ്റെ തലയിലേക്ക് എത്തും. അങ്ങനെയുള്ളത് കൊണ്ടാണ് സഖാക്കളോട് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. തിരുവല്ലം ഭാസി എന്ന മാധ്യമപ്രവർത്തകനെ സമൂഹ മാധ്യമങ്ങളിലുള്ളവർക്ക് അറിയാമായിരിക്കും. അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. അവിടെ
ഇന്ത്യൻ മലയാളി എന്നൊരു മാധ്യമം അദ്ദേഹം നടത്തുന്നുണ്ട്. താമസം ഓസ്ട്രേലിയയിൽ ആണെങ്കിലും കേരളത്തിലെ സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരണങ്ങളും നടത്താറുണ്ട്. മുൻപ് കേരള രാഷ്ട്രീയവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ആളായതുകൊണ്ട് തന്നെ ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ അതീവ തൽപരനാണ് അദ്ദേഹമെന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെ പോസ്റ്റുകളിലൂടെ നമുക്ക് വ്യക്തമാകും. അദ്ദേഹമാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഒരു നിർണായക നിർദ്ദേശം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കേരളത്തിലെ സഖാക്കൾ, അതായത് CPM പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം കൊടുക്കണമെന്ന്. സത്യത്തിൽ ഈ പോസ്റ്റ് കണ്ടപ്പോൾ ഇതൊരു തമാശ പോസ്റ്റ് ആയിരിക്കുമെന്നാണ് ആദ്യം കരുതിയത്. കാരണം എപ്പോഴും ഇടതുപക്ഷത്തോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് തിരുവല്ലം ഭാസി. എന്നാൽ തനിക്ക് പിന്തുണയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ അദ്ദേഹം രാഷ്ട്രീയം നോക്കാറുമില്ല. എന്നാൽ ഇടതുപക്ഷത്തോടൊപ്പം എപ്പോഴും ചേർന്ന് നടക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അദ്ദേഹമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ നിർദ്ദേശം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കുറച്ചു കാലത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് സഖാക്കൾ ഇടപെട്ട് പ്രൊട്ടക്ഷൻ നൽകണമെന്ന്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന് കാരണമുണ്ട്. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിനെ പോലീസ് മർദ്ദിച്ചു എന്ന് പറയുന്ന സാഹചര്യത്തിൽ വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പാലക്കാട് നഗരസഭയിലെ 36-ാം വാർഡിലെ കുടുംബശ്രീ വാർഷിക പരിപാടിയും ബാലസദസ്സും ഉദ്ഘാടനം ചെയ്യാനാണ് രാഹുൽ എത്തിയത്. വാർഡ് കൗൺസിലർ മൻസൂർ മണലാഞ്ചേരിയുടെ നേതൃത്വത്തിലാണ് രാഹുലിനെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം ആ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. ലൈംഗിക പീഡന ആരോപണം ഉയർന്ന ശേഷം 38 ദിവസത്തോളം മണ്ഡലത്തിൽ നിന്നും വിട്ടുനിന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ മാസം 20-നാണ് മണ്ഡലത്തിൽ തിരിച്ചെത്തിയത്. എന്നാൽ പൊതുപരിപാടികളിൽ ഒന്നും അദ്ദേഹം പങ്കെടുത്തിരുന്നുമില്ല. ഒക്ടോബർ 5-ന് പാലക്കാട് KSRTC സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ബംഗളൂരുവിലേക്കുള്ള ബസ് ഫ്ലാഗ് ഓഫ് ആണ് ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി. നേരത്തെ അറിയിപ്പ് നൽകാതെ നടത്തിയ ഉദ്ഘാടന ചടങ്ങിനെതിരെ വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയാണ് മാധ്യമപ്രവർത്തകനായ തിരുവല്ലം ഭാസി രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ച് ഗൗരവമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാകും. എന്തായാലും ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന് CPM സഖാക്കൾ കുറച്ചു കാലത്തേക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നന്നായിരിക്കും. എന്തുകൊണ്ട് പറയുന്നുവെന്ന് വിശദമാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവല്ലം ഭാസി ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം കാര്യത്തിലേക്ക് വരികയാണ്. 2 ആഴ്ച മുൻപാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്നും എൻ്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്ത് ചില സ്വകാര്യ ആവശ്യവുമായി എത്തുന്നത്. ദീർഘകാലത്തെ സൗഹൃദമുള്ളതുകൊണ്ട് ഞങ്ങൾ 2 ദിവസം വളരെ നേരം വിവിധ വിഷയങ്ങൾ സംസാരിച്ചു. കൂട്ടത്തിൽ തൃശ്ശൂർ മുൻ MP-യുടെ മകളെക്കുറിച്ചുള്ള വിവരങ്ങളും ആരാഞ്ഞു. അതിന് കാരണം എൻ്റെ സുഹൃത്ത് മുൻ MP-യുടെ കുടുംബത്തിലുള്ള ഒരാളാണ്. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് സമഗ്രമായി തന്നെ സംസാരിച്ചു. ഒരു ഘട്ടത്തിൽ ഇത്രയും കൂടി പറഞ്ഞു: ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട്. അതിൽ കുറച്ച് ചെറുപ്പക്കാരെ ഞങ്ങൾ കടുത്ത ബന്ധനത്തിൽ നിർത്തിയിരിക്കുകയാണ്. കാരണം അവന്മാർ രാഹുലിനെ കൈവയ്ക്കാൻ അവസരം കാത്തിരിക്കുന്നു. ചുരുക്കത്തിൽ ബന്ധുക്കൾ അവർക്ക് കാവൽ നിൽക്കുകയാണ്. കാരണം അവന്മാർ അത്ര വെടിപ്പല്ല. അവന്മാർ എന്ന് പറഞ്ഞാൽ കൈവയ്ക്കാൻ കാത്തു നിൽക്കുന്നവർ. മാറാട് കലാപം തുടങ്ങി ഒട്ടേറെ കേസുകളിൽ ഉൾപ്പെട്ടവരാണവർ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തിരുവല്ലം ഭാസി പറയുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ സഖാക്കൾക്കും അവൻ്റെ നേർക്ക് ഒരു കണ്ണ് ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും എന്നും, ഇല്ലെങ്കിൽ വല്ലതും നടന്നാൽ അത് സഖാക്കളുടെ തലയിൽ ആകുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഒരു മാധ്യമ പ്രവർത്തകരെന്ന നിലയിൽ അറിഞ്ഞ കാര്യം പറഞ്ഞതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാങ്കൂട്ടത്തിൻ്റെ സംരക്ഷണം ഇനി മുതൽ DYFI ഏറ്റെടുക്കണമെന്നോ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ DYFIക്കാർക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്നോ അല്ല ഈ പറഞ്ഞതിനർത്ഥം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാലിൽ ഒരു മുട്ടുസൂചി കയറിയാലും ഇനി അതിൻ്റെ ഉത്തരവാദി CPM-ഓ പോഷക സംഘടനകളോ ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു പണി പിടിച്ച് CPM തലയിൽ വയ്ക്കരുത് എന്നാണ് തിരുവല്ലം ഭാസി ഉദ്ദേശിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി ഒരു ഉറുമ്പ് കടിച്ചാലും അതിന് കാരണം CPM ആയിരിക്കും. ഒരുപക്ഷെ കടിക്കുന്ന സമയത്ത് മാങ്കൂട്ടത്തിൻ്റെ സമീപത്ത് ഏതെങ്കിലും CPM-കാരൻ ഇല്ലെങ്കിലും 10 കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു CPM പ്രവർത്തകൻ കേസിൽ പ്രതിയാകും. അതാണ് നാട്ടുനടപ്പ്. അങ്ങനെയുള്ള ഒരു സംഗതി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിനാൽ ഈ വിഷയത്തിൽ CPM DYFI പ്രവർത്തകർ ജാഗ്രത കാണിക്കണമെന്നാണ് തിരുവല്ലം ഭാസി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്.